ആഖിറമാണ് പ്രധാനം. നരകം അതിൽ നിന്നുള്ള രക്ഷ, സ്വർഗം അതിലേക്കുള്ള പ്രവേശനം. ആ സ്വർഗത്തെ പറ്റി ചിന്തിക്കുന്നിടത്ത് ഖുർആൻ ഒരു കാര്യം പറഞ്ഞു. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഖുർആനിലെ 28-ാം അധ്യായം സൂറത്ത് ഖസസ് 83-ാമത്തെ വചനം 8-3. ആ വചനത്ത് പറയുന്നത് തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമുഖത്ത് ഔന്നിത്യം നടിക്കാത്ത അഥവാ സ്വച്ഛാധിപരമായ ഒരു ചിന്തയിലേക്കോ താൻപോരിമയിലേക്കോ അഹങ്കാരത്തിന്റെ ഗിരിശൃംഗങ്ങളിൽ കയറി നിൽക്കാത്തവരും അതുപോലെ ഭൂമുഖത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്തവരും ആരോ അവർക്കുള്ളതാണ് സ്വർഗം. വല്ലാഖിബത്തുൽ ലിൽ മുത്തഖീൻ. പര്യവസാനം സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾക്കാണ്. 5 പേരെ കൊന്നാൽ 9 പേരെ കൊന്നാ തിരിച്ചു കൊന്നാ സ്വസ്ഥത ഉണ്ടാവില്ല. ഒരുത്തനെ കൊന്ന് വേറൊരുത്തനെ കൊന്ന ആ നാട്ടിൽ കലാപവും സ്വസ്ഥതക്കേടും ഉണ്ടാകുമെങ്കിൽ അതിൽ നിന്ന് തൽക്കാലം വിട്ടുനിൽക്കാനാണ് ഇസ്ലാം മനുഷ്യരോട് പറഞ്ഞത്. എന്തെല്ലാം നഷ്ടങ്ങളാ മുസ്ലിം സമൂഹത്തിനുണ്ടായത്. മാറാട്, പൂന്നാട് ഞാൻ 2 തവണ പോയി. ഇവിടുത്തെ കലാപത്തിന് ശേഷം 2 തവണ. ഒരിക്കലും പാതി വെച്ച് പോരേണ്ടി വന്നു. ഞാൻ ചോദിക്കുന്നത്, എന്ത് നേടി ഈ സമുദായം? കലാപങ്ങളെ കൊണ്ടും ദുരന്തങ്ങളെ കൊണ്ടും എന്ത് നേടി ഈ സമുദായം? എന്താ നേടിയത്? ആരാധനാലയങ്ങളില്ലാത്തത് കൊണ്ടാണോ? ദേവാലയങ്ങളില്ലാത്തത് കൊണ്ടാണോ മനുഷ്യർ നന്നാവാത്തത്? ഇതെല്ലാം അധികമുള്ളൊരു കാലഘട്ടമല്ലേ ഇത്? എന്നിട്ടും എന്തുകൊണ്ടാ മനുഷ്യർ ധർമ്മത്തിലായി പോയത്? അതുകൊണ്ട് തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വല്ലാഖിബതു ലിൽ മുത്തഖീൻ. 28-ാം അധ്യായം 83-ാമത്തെ വചനം. NDF-ഉം സിമിയും ജമാഅത്തും മുജാഹിദും സുന്നിയും ഖാദിയാനിയും എല്ലാം ഖുർആന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലോ. ഈ ആയത്തൊന്ന് പഠിക്കണം. ആയത്തിന്റെ അർത്ഥം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, കലാപങ്ങൾ ഉണ്ടാക്കരുത്, മനുഷ്യന്റെ സ്വസ്ഥ ജീവിതത്തിന് ഭംഗം വരുന്നത്. എല്ലാവരും ജീവിക്കട്ടെ ഈ മണ്ണിൽ എന്നേ നമുക്കതിനെ വിചാരിക്കാൻ കഴിയും. എല്ലാവരും ജീവിക്കട്ടെ ഈ മണ്ണിൽ ശാന്തമായി. പിന്നെ വിട്ടുവീഴ്ച ഒരു പ്രധാന ഘടകമല്ലേ? അതൊരു പ്രധാന ഘടകമല്ലേ? അള്ളാഹ് പറയണെന്ത്? മനുഷ്യരെ നിങ്ങൾ മനസ്സിലാക്കുക. ഖുർആനിലെ 3-ാം അധ്യായത്തിൽ അള്ളാഹ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കണം. അതുപോലെ തന്നെ കോപം വരുമ്പോ നിങ്ങൾ ഒതുക്കി വെക്കണം. ജനങ്ങൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം. കണ്ടോ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിൽ 3-ാം അധ്യായം 140-ാമത്തെ വചനത്തിൽ പറയാണ് എന്ത്? ജനങ്ങളോട് മാപ്പ് കൊടുക്കണം. നിങ്ങള് ആ മാപ്പ് കൊടുക്കുക. ഒരാളിപ്പോ കൊന്നു, സാരല്ല പോട്ടെ എന്ന് കരുതുക, അയാൾ ഇനി തിരിച്ചു വരില്ല. അങ്ങനെ ഒരു കൊലപാതകം ഇനി ഇല്ലാതിരിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുക എന്നല്ലാതെ വേറൊരാളെ കൊന്നുകൊണ്ട് കൂടുതൽ കാലുഷ്യത്തിലേക്ക് അന്തരീക്ഷത്തെ കൊണ്ടുപോകല്ല. അങ്ങനെയല്ല, വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി ഖുർആനിലെ മറ്റൊരു വചനം 7-ാം അധ്യായം സൂറത്ത് അറാഫ് 56-ാം അധ്യായം. ഇവിടെ പറയുന്നെന്തറിയോ? വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ വലാ തുഫ്സിദൂ ഫിൽ അർളി. ആ ആയത്ത് പറയുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം തന്നെ എന്തറിയോ? ഉദൂ റബ്ബകും തളർറുഅൻ വഖുഫിയാ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. എന്നിട്ട് ആയത്ത് പറയുന്നെന്താ? വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ആ ആയത്ത് സുന്നിയും മുജാഹിദും വേർതിരിക്കുന്നതാണ്, മറ്റ് പലതിനെയും വേർതിരിക്കുന്ന ആയത്താ. അതിന്റെ വ്യാഖ്യാന കുറിപ്പുകൾ പരിശോധിച്ചാൽ കാണാം മുഫസ്സിരീങ്ങൾ പറയുന്നത് പ്രവാചകന്മാർ വന്നിട്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് പഠിപ്പിച്ചു പോയിട്ട് ആ ഭൂമി അള്ളാഹുവിന്റെ റസൂൽ പ്രവാചകന്മാർ ശുദ്ധീകരിച്ചു, ഫസാദിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആ ഭൂമിയിൽ പിന്നെ വന്നിട്ട് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് നിങ്ങൾ പറയരുത് എന്നും കൂടി ആ ആയത്തിന് അർത്ഥമുണ്ട്. അങ്ങനെ വിചാരിക്കുമ്പോ പിലാത്തറയിൽ നമ്മൾ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറയും, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു വേറൊരു കൂട്ടര്. നമ്മുടെ കുറ്റിപ്പുറത്ത് വന്നാൽ ഓല അവിടെ വരും. ഇനി ചങ്ങരംകുളത്ത് വന്നാൽ ഒലിപ്പടെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും സമ്മേളനം കഴിയുമ്പോഴേക്ക് ഓൽക്ക് ശിർക്ക് പറയാൻ. അപ്പൊ വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്തറിയോ? പിന്നെ പിന്നെ തുടർന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹിനോട് പ്രത്യാശയോടും ഭയപ്പാടോടും കൂടി വീണ്ടും പ്രാർത്ഥിക്കുന്ന പറയുന്നു.
അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയും ഖുർആൻ പറയാ. അപ്പോ ഭൂമിയിൽ കുഴപ്പമുണ്ടാകണ്ട. 2 മൂന്നാമത്തെ വചനം കേട്ടോളൂ. അല്ലാഹു പറയാ, അംനജഅലുല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാതി കൽമുഫ്സിദീന ഫിൽ അർളി അംനജഅലുൽ മുത്തഖീന കൽഫുജ്ജാർ. 38-ാം അധ്യായം 28-ാമത്തെ വചനം. അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും സുഹൃതങ്ങൾ മാത്രം ചെയ്യുകയും ചെയ്ത നല്ല മനുഷ്യരെയും ഭൂമിയിൽ കുഴപ്പവും തെമ്മാടിത്തത്തിനും നേതൃത്വം കൊടുത്ത ആളുകളെയും അല്ലാഹു തുല്യമാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ് ഖുർആനിന്റെ. അതുകൊണ്ട് ഈ ആയത്ത് പറയുന്ന മുഫ്സിദുകളാവരുത് നമ്മൾ. ഞാന് മുസ്ലിഹാണോ മുഫ്സിദാണോ എന്ന് ഓരോരുത്തരും ആലോചിക്കണം. അതുകൊണ്ട് എനിക്ക് മുസ്ലിങ്ങളിൽ തീവ്രവാദ സംഘടനകളിൽ ചേക്കേറുന്ന പാപം പിടിച്ച യുവാക്കളോട്, നിങ്ങൾ എന്തൊരു ദൗത്യമാണ് ചെയ്യുന്നത്, ഇസ്ലാമിന് എന്തൊരു കോട്ടമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. വടിവാളും കത്തിയുമല്ല ഈ കൈകളിൽ, തലോടലുകളാണ് നടക്കുക. ആന്തനമേകേണ്ട കൈകളായത് സ്നേഹത്തിന്റെ, ആർദ്രതയുടെ, അലിവിന്റെ, അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ, സൗവർത്തിത്വത്തിന്റെ. നിങ്ങൾക്കറിയില്ലേ, ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇന്തോനേഷ്യയാണ്. 2ാം ഭൂരിപക്ഷ രാജ്യം ഇന്ത്യയാണ്. 87% വരുന്ന, അല്ലെങ്കിൽ 82% വരുന്ന ഹൈന്ദവ സമൂഹം ജീവിക്കുന്ന ഈ രാജ്യത്ത് 2ാം ഭൂരിപക്ഷ രാജ്യമായത് എങ്ങനെ? ചിന്തിക്കണം, പഠിക്കണം. ഈ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അത് അത്ഭുതം എന്താണെന്നറിയോ? കാസർഗോഡ് ജില്ല മുതൽ, കാസർഗോഡിന്റെ മഞ്ചേശ്വരം മുതൽ ഇങ്ങ് തിരുവനന്തപുരത്തിന്റെ കന്യാകുമാരി വരെ നിങ്ങൾ ഇന്നൊരു യാത്ര ചെയ്ത് നോക്കൂ. ഏറ്റവും കൂടുതൽ മതം പറയുന്നത് മുസ്ലിങ്ങളായിരിക്കും. ഹൈന്ദവർ സ്റ്റേജ് കെട്ടി റോട്ടിൽ മതം പറയാറുണ്ടോ? ക്രൈസ്തവർ പറയാറുണ്ടോ? വളരെ വളരെ കുറവ്, വളരെ വളരെ കുറവ്. റോട്ടിൽ മതം പറയുന്ന പ്രസ്ഥാനം അത് മുസ്ലിങ്ങളാ. ഈ സ്വാതന്ത്ര്യം നൽകിയ മണ്ണ്. അതുകൊണ്ട് ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തെയും ഐക്യത്തെയും ഈ നാടിന്റെ അഖണ്ഡതയെയും അല്ലേ, ഈ കഴിഞ്ഞ ദിവസം പോലും പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും അതുപോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ശിശുദിനം, അതൊക്കെ അതിനോടനുബന്ധിച്ചൊക്കെ നമ്മൾ ഓർക്കുമ്പോ ചില കാര്യങ്ങൾ ആലോചിക്കണം. ഇന്ത്യൻ പട്ടാളത്തിന്റെ വെടിയേറ്റ് മരിച്ചു വീണ ഒരു ഭരണാധികാരി, ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് ഇന്ദിരാഗാന്ധി, മഹാത്മാഗാന്ധി, രാജീവ് ഗാന്ധി. ഈ രാജ്യത്തിന്റെ പരമോന്നത പദവിയിൽ നിൽക്കുന്നവരെ ഈ രാജ്യത്തിന്റെ തന്നെ ആളുകൾ വെടിയിട്ട് കൊന്ന്, വെടിവെച്ച് കൊന്ന ചരിത്രമാണ് ഈ രാജ്യത്തിനുള്ളത്.